പങ്കാളിത്ത പെൻഷൻ വിഹിതം ജീവനക്കാരിൽ നിന്നും ഈടാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും ജോയിന്റ് കൗൺസിൽ വർക്കല മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ശമ്പള പരിഷ്കരണ ക്ഷാമബദ്ധ കുടിശ്ശികകൾ ഉടനെ അനുവദിക്കണമെന്നും ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നും 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സേവനങ്ങൾക്കനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ പണിയെടുക്കുന്ന വില്ലേജുകളിൽ പണിയെടുക്കുന്ന ജീവനക്കാർ വലിയ ജോലി തിരക്കുകൾ അനുഭവിക്കുന്നു. കാരണം പുതിയ സംവിധാനങ്ങൾ ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ അടക്കം കൊടുക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് പലരും മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ജീവനക്കാർ പണിയെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ മാറ്റം നമ്മൾ അറിയുന്നത് ചില ആളുകളെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്. ഞാൻ സാധാരണ വിചാരിച്ചു വില്ലേജിലെ ആളുകൾ അവിടെ ഉച്ചയ്ക്ക് ശേഷം വില്ലേജിൽ പോയാൽ വില്ലേജ് ഓഫീസിൽ ആരും ഉണ്ടാവില്ല, കരം വാങ്ങാൻ ആളില്ല, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തരാൻ ആളില്ല, ഒരു കാര്യത്തിൽ പോയാൽ ആളുണ്ടാവില്ല. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ അതിശയിച്ചു പോയി. അത് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന സമയമുണ്ട്, തീയതിയുണ്ട്, സമയമുണ്ട്, ഒപ്പിട്ടിരിക്കുന്നു രാത്രി 12:32 മിനിറ്റിനാണ്. അപ്പോ ആ രാത്രി 12 മണിക്ക് വില്ലേജ് ഓഫീസർ ഉണർന്നിരുന്ന് അയാളുടെ വീട്ടിൽ പോയെങ്കിലും ആ വില്ലേജ് ഓഫീസർ പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്നു എന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് ഈ പുതിയ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ്. ആ ആളുകളെ നമുക്കൊരു കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയില്ല, ചില കാര്യങ്ങൾ ഒരാൾ അറിഞ്ഞു ബോധ്യമാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഈ സർക്കാർ സ്വീകരിച്ചു. റവന്യൂ വകുപ്പിലെ സേവനങ്ങൾ ഓൺലൈനായി ഇപ്പോൾ കരമടയ്ക്കാൻ പോയി വില്ലേജ് ഓഫീസിൽ ചോദിക്കേണ്ട, നമുക്ക് വീട്ടിലിരുന്ന് മൊബൈൽ വഴി കരമടയ്ക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രത്തിൽ പോയി കരമടയ്ക്കാം. ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റിന് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കാം, ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കിട്ടും. എന്ന് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജ് എന്താണെന്ന് നമുക്ക് കൃത്യമായി പുതിയ സംവിധാനത്തിലൂടെ നമുക്കറിയാം. അത്തരത്തിൽ റവന്യൂ വകുപ്പും ആധുനികവൽക്കരണത്തിന്റെ പാതയിലായി. വർക്കല ടി.എ. മജീദ് സ്മാരക ഹാളിൽ നടന്ന മേഖലാ സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി.കെ. മധു ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ ടി.ജെ. അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം.എസ്. സുഗൈതകുമാരി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ. സരിത, വി. ബാലകൃഷ്ണൻ, നോർത്ത് ജില്ലാ പ്രസിഡന്റ് ആർ.എസ്. സജീവ്, സെക്രട്ടറി സതീഷ് കണ്ടല, വൈസ് പ്രസിഡന്റ് എ.ആർ. അരുൺജിത്ത്, ജോയിന്റ് സെക്രട്ടറി വൈ. സുൽഫിക്കർ, സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം ഡി. ബിജിന, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ്. സുരേഷ്, ചന്ദ്രബാബു, മേഖലാ സെക്രട്ടറി ശ്യാംരാജ് എന്നിവർ പങ്കെടുത്തു. സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച ജീവനക്കാരെ ആദരിക്കൽ, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കൽ, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ പ്രചാരണ ഭാഗമായി തുണി സഞ്ചികളുടെ വിതരണം, ലഹരിവിരുദ്ധ പ്രതിജ്ഞ എന്നിവയും മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. പുതിയ മേഖലാ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. തലസ്ഥാന വാർത്തകൾ വർക്കല. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.